പ്രിയരെ, നമസ്കാരം. കണ്ണകി ദേവിക്കായി ഒരു ക്ഷേത്രം കേരളക്കരയിൽ പണ്ട് പണിതു. ആ ക്ഷേത്ര നിർമ്മാണം നടന്ന സ്ഥലം ഉദയനായകീപുരം എന്ന് അറിയപ്പെട്ടു. ഇതേ കാലത്ത് കോട്ടയത്തിനടുത്ത് മറ്റൊരു ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമിക്കായി നിർമ്മിക്കപ്പെട്ടു. കുമാരനല്ലൂർ ക്ഷേത്രം. എന്നാൽ കണ്ണകി ദേവി സ്വസ്ഥാനമായി തിരഞ്ഞെടുത്തത് കോട്ടയത്തിനടുത്തുള്ള കുമാരനായി നിർമ്മിച്ച ക്ഷേത്രമാണ്. മാത്രമല്ല, കുമാരനല്ല ഈ ഊര് എന്ന് ദേവി അരുളുകയും ചെയ്തു അത്രേ. ആ ദേവീക്ഷേത്രം പിൽക്കാലത്ത് കുമാരനല്ലൂർ എന്ന പേരിൽ അറിയപ്പെട്ടു. ദേവിക്കായി ഉദയനായകീപുരത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെയും പ്രതിഷ്ഠിക്കപ്പെട്ടു. പിൽക്കാലത്ത് ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നിലകൊള്ളുന്ന ഗ്രാമം ഉദയനാപുരം എന്നും അറിയപ്പെട്ടു. ദേവിക്കായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാകയാൽ ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കുമാരനല്ലൂരമ്മയുടെ ദീപാരാധനാ വേളയ്ക്ക് മുമ്പേ ഭഗവതി സേവ എന്നും നടന്നു വരുന്നുണ്ട്. മലയാളക്കരയിലെ അതിപ്രശസ്തമായ മഹാക്ഷേത്രങ്ങളിലൊന്നായ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തോട് ചേർന്ന് നിലകൊള്ളുന്ന ഉദയനാപുരം ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടെ പരിചയപ്പെടാം. വൈക്കം ശ്രീ മഹാദേവൻ എന്ന വൈക്കത്തപ്പൻ ആശ്രിത വത്സലനാണ്, അന്നദാന പ്രഭുവാണ്. ആ വത്സല പിതാവിൻ്റെ ജ്ഞാനസിന്ധുവായ മകനാണ് ഉദയനാപുരത്തപ്പൻ എന്നറിയപ്പെടുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി. വൈക്കം എറണാകുളം സംസ്ഥാന ഹൈവേയിൽ വൈക്കത്തു നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഉദയനാപുരം ക്ഷേത്രം. അതിനാൽ വൈക്കത്തപ്പൻ്റെ ആരാധന പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഉദയനാപുരത്തപ്പനെയും കണ്ടുവന്ദിക്കണം. വൈക്കം മഹാദേവ ക്ഷേത്രം, ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തിയത് പരശുരാമനാണ് എന്നാണ് വിശ്വാസം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് എന്നതുപോലെ വലിയ ഭിത്തികളോടുകൂടിയ ആനമതിൽക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഉദയനാപുരം ക്ഷേത്രം മനോഹരമായ ഒരു നിർമ്മിതിയാണ്. ക്ഷേത്രത്തിൻ്റെ 4 നടകളിലും 4 ഗോപുരവാടങ്ങളുണ്ട്. വലിയ നടപ്പന്തലുള്ള ക്ഷേത്രത്തിന് മുൻപിൽ 3 ദീപസ്തംഭങ്ങളും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന മയിൽ വാഹന പ്രതിഷ്ഠയുള്ള ധ്വജസ്തംഭവും ഉണ്ട്. ബലിക്കൽപുര ആകർഷകമാണ്. ചുമർ ചിത്രങ്ങളാൽ അലങ്കൃതമായ ബലിക്കൽപുരയുടെ മച്ചിലും മരത്തിൽ കൊത്തിയെടുത്ത അലങ്കാരപ്പണികൾ കാണാം. വലിയമ്പലം കടന്ന് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ കാണപ്പെടുന്ന വിശാലമായ നമസ്കാര മണ്ഡപം അത്യാകർഷകമാണ്. കരിങ്കല്ലിൽ പണിതീർത്ത മണ്ഡപത്തിൻ്റെ തൂണുകളും കല്ലുകൊണ്ടുള്ളതും അവയിൽ ശ്രീകൃഷ്ണ ലീലാചിത്രങ്ങൾ കൊത്തിവച്ചിരിക്കുന്നതും ഭക്തരുടെ ശ്രദ്ധയിൽ പെടാതെ പോകില്ല. നമസ്കാര മണ്ഡപം കടന്ന് ചെന്നാൽ സാക്ഷാൽ ഉദയനാപുരത്തപ്പൻ്റെ ശ്രീകോവിൽ കാണാം. സോപാനപ്പടികൾക്കപ്പുറം ഗർഭഗൃഹത്തിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ 4 അടിയോളം ഉയരം വരുന്ന ചൈതന്യപൂർണമായ വിഗ്രഹം കൺകുളിർക്കെ കണ്ടു തൊഴാം. ചതുരാകൃതിയിലുള്ളതാണ് ശ്രീകോവിൽ. 2 നിലകളോടുകൂടിയ ശ്രീകോവിലിന് ചുറ്റും അതിമനോഹരമായ ശില്പങ്ങളുടെ നിറവാണ്. മരത്തിലും കല്ലിലുമായി കൊത്തിയെടുത്ത എണ്ണമറ്റ ശില്പങ്ങൾ ജിജ്ഞാസുകളെ ഏറെ നേരം അവിടെ തന്നെ നിർത്തും. രാമായണ കഥ മുഴുവൻ കൊത്തിവയ്ക്കപ്പെട്ട ഉത്തരങ്ങൾ, ദ്വാരപാലകർ, മൃഗമാലകൾ എന്നുവേണ്ട നിരവധിയാണ് ശ്രീകോവിലും നമസ്കാര മണ്ഡപത്തിലും ബലിക്കൽപുരയിലുമുള്ള ശില്പങ്ങൾ. വൈക്കത്തഷ്ടമി നാളിൽ രാത്രി ഏകദേശം 8:30 മണിയോടെ
ശ്രീ മഹാദേവൻ തൻ്റെ പരിവാരങ്ങൾക്കൊപ്പം ആനപ്പുറത്ത് എഴുന്നള്ളി പ്രദക്ഷിണ വഴിയിൽ കാത്തു നിൽക്കും. എന്തിനാണെന്നല്ലേ? സ്വപുത്രനായ സുബ്രഹ്മണ്യസ്വാമി ഉദയനാപുരത്ത് നിന്നും അന്ന് പുറപ്പെട്ട് വക്യത്തെ കിഴക്കേ ഗോപുരനടയിൽ എത്തുന്നതും കാത്തുള്ള നിൽപ്പാണത്. നിലച്ച വാദ്യങ്ങൾക്ക് ഒപ്പമാണ് ഭഗവാന്റെ കാത്തുനിൽപ്പ്. അഗാധമായ ആ നിശബ്ദതയിൽ അച്ഛൻ മകനെ കാത്തിരിക്കുകയാണ്. ഒരൊറ്റ വീക്കൻ ചെണ്ടയുടെ ശബ്ദം മാത്രം ഇടയ്ക്ക് ഉയരുന്നത് കേൾക്കാം. രാത്രി 10 മണിയോടെ ഉദയനാപുരത്തപ്പൻ്റെ യാത്രാപുറപ്പാടാണ്. കൂട്ടുമൽ ഭഗവതിക്കും ശ്രീനാരായണപുരം ദേവനും ഒപ്പമാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത്. വക്യത്തെ വടക്കുഭാഗത്ത് വന്ന് ആ ഘോഷയാത്ര നിൽക്കും. അപ്പോൾ ഉദയനാപുരത്തപ്പൻ്റെ ഒരു ദൂതൻ വക്യം ക്ഷേത്രത്തിനകത്ത് കയറി ശ്രീ മഹാദേവനോട് പുത്രന്റെ ആഗമനം അറിയിക്കുന്നു. ആ രാത്രി 1:30 മണിയോടെ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ ഘോഷയാത്ര വൈക്കം ക്ഷേത്രമതിൽക്കകത്ത് പ്രവേശിച്ച് ക്ഷേത്രപ്രദക്ഷിണം നടത്തി കിഴക്കേ ഗോപുരവാടത്തിൽ കാത്തു നിൽക്കുന്ന അച്ഛനെ ചെന്ന് കാണുന്നു. മകനെ കണ്ട സന്തോഷത്തിൽ ഭഗവാൻ ഒരൽപ്പം മാറി നിന്ന് തൻ്റെ ചാരത്ത് കാർത്തികേയന് നിൽക്കാൻ ഒരിടം നൽകുന്നു. ഇതിനു ശേഷമാണ് അച്ഛനും മകനും ചേർന്നുള്ള കൂടിപ്പൂജ. നിരവധി ഭക്തരാണ് ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. തുടർന്ന് ഇരുവരും ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വച്ച് മകൻ തിരികെ പോകാൻ ഒരുങ്ങുന്നു. വടക്കുഭാഗത്തെ ഗോപുരം കടന്നാണ് മകന്റെ തിരികെയുള്ള യാത്ര. തിരിച്ചു യാത്രയ്ക്ക് അച്ഛനോട് ശ്രീ ഉദയനാപുരത്തപ്പൻ അനുമതി തേടുന്നതും അച്ഛന് യാത്രാമൊഴി ചൊല്ലുന്നതും അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഏതൊരു ഭക്ത മനസ്സിലും വികാരത്തിന്റെ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ആധ്യാത്മികതയിലെ ലൗകികതയാണിത്. നാദസ്വരത്തിലുള്ള ദുഃഖകണ്ഠാരം എന്ന രാഗം വായന അന്തരീക്ഷത്തെ ശോകാകുലമാക്കുന്നു. വക്യം ക്ഷേത്രത്തിൽ മാത്രമാണ് ഈ രംഗത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കുവാൻ കഴിയുക. യാത്ര പറഞ്ഞു പോകുന്ന മകനെ നോക്കി ശ്രീ മഹാദേവൻ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. വാക്കുകൾക്ക് അതീതമാണ് അക്കാഴ്ച. ശേഷം ശ്രീ മഹാദേവൻ തിരിഞ്ഞു തൻ്റെ ഇടത്തിലേക്ക് സാവധാനം നടന്നു നീങ്ങുന്നു. ഉദയനാപുരം ക്ഷേത്രം പഴനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് തുല്യമായാണ് കണക്കാക്കപ്പെടുന്നത്. തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ കണ്ണകിയെയാണ് ഇവിടെയും പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെയാണ് അന്നത്തെ ഭരണാധികാരിയായിരുന്ന നെടും ചേരലാതൻ എന്ന ചേര രാജാവ് ഉദയനാപുരത്തും കുമാരനല്ലൂരും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. എന്നാൽ കുമാരനല്ലൂരിൽ കുമാരനെ പ്രതിഷ്ഠിക്കാനാകാതെ വന്നതിനാൽ ഉദയനായിപുരത്ത് അഥവാ ഉദയനാപുരത്ത് ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തുകയായിരുന്നു. ഉദയനാപുരം ക്ഷേത്രത്തിൽ 2 തന്ത്രിമാരാണ് ഉള്ളത്. ഭദ്രകാളി മറ്റപ്പള്ളിമനയും മേക്കാട്ടുമനയും. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ഭരണസാരഥ്യത്തിലുള്ള ഉദയനാപുരം ക്ഷേത്രം നിരവധി സവിശേഷതകളുടെ ഈശ്വര സന്നിധിയാണ്. കാലങ്ങളുടെ കഥകൾ അയവിറക്കുന്ന ഈ ക്ഷേത്രത്തിന് വർത്തമാനത്തിലും ഏറെ പ്രസക്തിയാണ് ഉള്ളത്. ഉദയനാപുരത്തപ്പൻ ഭക്തർക്ക് വെളിപ്പുറത്തുള്ള ദേവരാണ്. ജ്ഞാനദേവനായ അറുമുഖനു മുൻപിൽ മായാവൃതമായ അജ്ഞാനങ്ങളെല്ലാം കൂടൊഴിയും. അനന്തകാരുണ്യത്തിന്റെ മഹാസിന്ധുവിൽ ഭക്തർക്ക് സ്നാനം ചെയ്യാനാകുമെന്നതിൽ സന്ദേഹമേ വേണ്ട. ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.